സാലി റോസിന്റെ കൂട്ടുകാരെ എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റിച്ചിങ് അല്ല, കട്ടിങ് അല്ല, ഒന്നുമല്ല, ചുമ്മാ ഒരു കാര്യം പറയാൻ വന്നത്. ആദ്യമേ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, എന്നോട് പലരും ചോദിച്ചു, ഇതുപോലെ ഒരു കോളർ ചുരിദാറിന്റെ വീഡിയോ ഞങ്ങൾക്ക് ചെയ്തു തരാമോ? ഇതുപോലെ എന്ന് പറഞ്ഞാൽ ട്യൂട്ടോറിയലായിട്ട് വളരെ വിശദമായിട്ട് ചെയ്തു തരാമോ? ഞാൻ ചെയ്തു തരാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഏത് കോളർ ചെയ്യണം? ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വലിച്ചു നീട്ടണോ? വേണ്ടല്ലോ. രണ്ട് വീഡിയോ ആയിട്ട്, ഒന്ന് കട്ടിങ്ങും ഒന്ന് സ്റ്റിച്ചിങ്ങുമായിട്ട് രണ്ടായിട്ട് ചെയ്യാം. അല്ല, രണ്ടിൽ കൂടും. കാരണം കോളർ ചുരിദാറാകുമ്പോൾ ഇച്ചിരി വർക്ക് കൂടുതലുണ്ട്. അപ്പം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ ഇച്ചിരി സ്ലോയിൽ പോയാലല്ലേ പറ്റത്തുള്ളൂ. നിങ്ങൾ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പം എൻ്റെ സംശയം എന്നറിയാവോ? എനിക്കൊരു ഡൗട്ട്, ഏത് കോളർ ചെയ്യണം? ഹാഫ് കോളറുണ്ട്, ഞാൻ തയ്ച്ച് ഇട്ട് നിങ്ങൾക്കറിയാം. ഹാഫ് കോളർ ചുരിദാറുണ്ട്, ഹാൾട്ടർ നെക്ക് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസമായിട്ട് ആ ബ്ലാക്ക് ഇട്ടപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചതിനുണ്ട്. ഹാൾട്ടർ നെക്ക് അല്ലെങ്കിൽ ഹൈനെക്ക് ചുരിദാറുണ്ട്. പിന്നെ റൗണ്ട് കോളർ, റൗണ്ട് ഫ്ലാറ്റ് കോളർ, അത് 2, 3, 4 ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് വി കോളർ നെക്കുണ്ട്, കോട്ട് കോളറുണ്ട്. 5 കോളറും ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതാ വേണ്ടത്? നിങ്ങൾക്ക് A to Z ഏതാണ് വേണ്ടതെന്ന് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യാവോ? എങ്കിൽ ഞാൻ ഇന്ന് തന്നെ തുടങ്ങാം. ആദ്യം കാണുന്ന ഒരു 50 കമൻറ്റെങ്കിലും ഞാനൊന്ന് അനലൈസ് ചെയ്തിട്ട് ഇന്ന് തന്നെ തുടങ്ങി വെക്കാം. അതിന് വേണ്ടിയാണ്. ഇന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്താലേ നാളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ മനസ്സിലെ പ്ലാനാണേ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് താല്പര്യത്തോടെ എടുത്തിട്ട് വേണ്ടവർ ഒന്ന് അതിൻ്റെ കമൻ്റ് ഇടാൻ മറക്കല്ലേ. രണ്ടാമത്തെ കാര്യം, ഒരു കമൻറ്റ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബിഗിനേഴ്സിന് വേണ്ടി, ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഞാനൊരു ചുരിദാർ കാണിച്ചില്ലേ? അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇല്ലേ, ചുരിദാർ ചലഞ്ച് പാർട്ട് 1. അതിനകത്തൊരു കമൻറ്റ് മിനിങ്ങാന്നാ വന്നത്. ഇന്നലെ അല്ല, മിനിങ്ങാന്നോ അതിൻ്റെ തലേ ദിവസം കണ്ട് വന്നതാണേ. ആ കമൻറ്റ് എനിക്ക് ചിരിയാണെന്ന് വെച്ചാൽ ചിരിയും എല്ലാം തോന്നി. ആ കമൻറ്റ് നിങ്ങൾ ആരും കണ്ടില്ലേ? നിങ്ങൾ ആരും അതിനൊരു റിപ്ലൈ കൊടുത്തില്ലല്ലോ. അതാ ഞാൻ വായിക്കാവേ. ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചർ, ഒരു കാര്യം ചെയ്യൂ, എല്ലാ ടൈലർമാർക്കുമുള്ള വീട്ടിലെ ചെലവിനുള്ള ക്യാഷ് അവരവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഷാഹുൽ വ്ലോഗ്സ്. ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് ചിരി വന്നു. എന്തൊക്കെ സമ്മിശ്ര വികാരങ്ങളാണ് തോന്നിയത്. ഏതർത്ഥത്തിലാണ് അത് പറഞ്ഞതെന്ന് പൂർണ്ണമായും എനിക്കറിയത്തില്ല. അത് എഴുതിയ ആൾക്കല്ലേ അറിയത്തുള്ളൂ, അല്ലേ? എന്താണെങ്കിലും നിങ്ങളോട് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ ആ കമൻറ്റിൻ്റെ മീനിങ്. ഞാൻ എന്നതാ അതിന് മറുപടി കൊടുക്കണ്ടേ? എനിക്കറിയത്തില്ല. നിങ്ങൾ കൊടുത്തു, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കൊടുത്തു. ഞാൻ ആ കമൻറ്റിന് ഞാൻ മറുപടി കൊടുക്കുന്നില്ല. ഏതാ വീഡിയോ എന്നറിയോ? ഫസ്റ്റ് വീഡിയോ, ചുരിദാർ ചലഞ്ച് പാർട്ട് 1 നമ്മൾ ഇതില്ലേ, ആദ്യത്തെ കട്ടിങ്, അതിൻ്റെ കൊടുത്തിരിക്കുന്ന കൂടെ എന്തേരം നല്ല കമൻറ്റ്. നല്ലതെന്ന് ഉദ്ദേശിക്കുന്നതല്ല, പോസിറ്റീവ് മീൻസ് നമുക്ക് എന്നാ നമ്മൾ പറയുന്നത്, ചെയ്യാൻ ശ്രമിക്കുന്നവർ, ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ അനുഭവങ്ങളൊക്കെ ഒരുപാട്. ഒരു സൂപ്പർന്നോ ഗുഡെന്നോ അല്ലെ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമിട്ടോ ഒന്നുമല്ല. വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിലെ ആ ഇമോഷൻ, നിങ്ങൾക്കുണ്ടായ ആ സന്തോഷം നിങ്ങൾ പങ്കുവെച്ച ഒരുപാട് നല്ല കമൻറ്റ് വന്നു. സത്യമായിട്ടും പറയട്ടെ, നിങ്ങളുടെ കമൻറ്റ് തരുന്നത് കൊണ്ടാണ് നിങ്ങൾ അത് ആവശ്യമാണോ, സ്നേഹിക്കുകയാണോ എന്തോ, ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അല്ല, ഞാൻ ഇങ്ങനൊന്നും വീഡിയോ ചെയ്യേണ്ടയാളൊന്നുമല്ല. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരി വൺ എൻ്റെ ഐ ടു ഐ കോണ്ടാക്ട് ഉള്ള പോലെയാണ് ഞാൻ നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴും അടുത്ത വീഡിയോകൾ ചെയ്യുമ്പോഴെല്ലാം ഉള്ളത്. ഒരുപാട് എനിക്ക് സുഹൃത്തുക്കളുണ്ട് യൂട്യൂബ് ചാനൽ വഴി. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളെല്ലാം കാണുന്നുണ്ടായിരിക്കും. എൻ്റെ പോലെ ഈ പറഞ്ഞ ഒന്നാമത്തെ വീഡിയോ ഇല്ലേ, അതിൻ്റെ കമൻറ്റ് ഈ ഇന്നലെ ചോദിച്ചേക്കുക, ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാമോ? എൻ്റെ പഴയ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള നൈറ്റി കട്ടിങ്ങിൻ്റെ ഒക്കെ റൗണ്ട് കോളർ നൈറ്റി ഞാൻ തയ്ച്ച വീഡിയോ ഉണ്ട്. അതിൻ്റെ കട്ടിങ് വീഡിയോ ഇടാമോ? എൻ്റെ പൊന്നെ, 1 വർഷം കഴിഞ്ഞത്. ഞാൻ എന്താ മറുപടി പറയണ്ടേ? ചിലപ്പോൾ എനിക്ക് മൂഡില്ലാതിരിക്കുകയാണെങ്കിൽ ഐ വിൽ അപ്ലോഡ് ഇറ്റ് സൂൺ. നിങ്ങളൊന്നും വിചാരിക്കല്ലോ. നല്ല മൂഡാണെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല. നല്ല മൂഡാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്ക് എന്നേ പറയത്തുള്ളൂ. എന്ത് ചെയ്താൽ നോക്കത്തില്ല. അല്ല, തന്നെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിന് അടിയിൽ ഒന്ന് നോക്കണം, ഇത് എന്നിട്ട വീഡിയോ നോക്കണം. ഒരാഴ്ചയോ 2 ആഴ്ചയോ
2 or 3 ദിവസമോ ഉള്ളെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാമോ, ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഈ 1 വർഷം മുമ്പത്തെ 1.5 വർഷം മുമ്പത്തെ വീഡിയോയുടെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയുന്നത്. അതുപോലെ ഏറ്റവും ആദ്യത്തെ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയ്ക്കകത്ത് ഇതിൽ 4.25 എങ്ങനെ വന്നു, 2.5 എന്തിനാ അങ്ങോട്ട് നീക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് വയസ്സ് എത്ര ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്? കൊച്ചുകൂടായോ ഒന്നുമല്ല. അന്നത്തെ വീഡിയോയിലെ 4.25 എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ വീഡിയോ മുഴുവൻ കാണണം, നോക്കണം. അത് ഏത് അളവിന് വേണ്ടി തയ്ച്ചതാണ്, ഏത് പാറ്റേൺ ആണ്, എന്ത് വ്യത്യാസം വരുത്തി തയ്ച്ചതാണെന്ന് നോക്കിയല്ലേ പറ്റത്തുള്ളൂ എന്നെ കൊണ്ട്. അതൊന്നും എൻ്റെ പൊന്നുമക്കളെ എനിക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കില്ലേ. റീസെൻ്റ് ആയിട്ടുള്ള ഒരു മാസത്തിനുള്ളിലുള്ള വീഡിയോ ആണ് ഞാൻ ഏതിനും വയ്ക്കാൻ ആൻസർ. 1 മാസത്തിനുള്ളിലുള്ള വീഡിയോ ആണെങ്കിൽ കാരണം എല്ലാ വീഡിയോയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പറയണേ. പിന്നെ ഇതിന് കാരണം എന്നാന്ന് ഞാൻ പറയട്ടെ. ഇതിൻ്റെ കാരണം നിങ്ങൾ വീഡിയോ കാണും, സബ്സ്ക്രൈബും ചെയ്യും, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് 1.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒത്തിരി സന്തോഷവും നന്ദിയുണ്ട്. അഹങ്കാരമല്ല, അഭിമാനവും കടപ്പാടോടുകൂടിയാണ് പറയുന്നത്. ഞാൻ കടപ്പാടോടെ നന്ദിയോടുകൂടിയാണ് പറയുന്നത്. 1.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല, ഒന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്കറിയാം നമുക്ക് ഉപകാരം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ അതേ ആറ്റിറ്റ്യൂഡ് കാര്യം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുകയില്ല, അതേലും തൊട്ടാൽ മതി. അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ബെല്ല് പോലെ കാണും. ബെല്ലെ തൊടണം എന്നൊരു നിർബന്ധമില്ല. സബ്സ്ക്രൈബ് എന്ന് കിടക്കുന്ന ആ വരയിൽ ഒന്ന് തൊടുമ്പോൾ അതിൻ്റെ താഴെ 4 ഓപ്ഷനായിട്ട് എഴുതി കാണിക്കും. ഓൾ ALL ബ്ലാക്ക് ലെറ്ററിൽ. അതിൻ്റെ താഴെ എന്നാ പേഴ്സണലൈസ്ഡ്, നണ്ണ്, അൺസബ്സ്ക്രൈബ്, അങ്ങനെ 4 ഓപ്ഷൻ കിടപ്പുണ്ട്. അതിലെ ഓളിലൊന്ന് നിങ്ങൾ തൊട്ടാൽ മതി. തൊടുമ്പോൾ ഒരു ടിക്ക് ഇങ്ങനെ ശരി മാർക്ക് വരും. എങ്കിൽ ഞാനിടുന്ന വീഡിയോ ഏത് സമയത്തും നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കും. നിങ്ങൾ അന്നേരം കാണണ്ട. പിന്നെ അപ്പം കാണാൻ സമയമില്ലെങ്കിൽ വാച്ച് ലേറ്റർ എന്നൊന്ന് അതിലൊന്ന് തൊട്ടാൽ മതി. വാച്ച് ലേറ്റർ എന്ന് ഞാൻ പിന്നീട് കണ്ടോളാം എന്നാ. അപ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യം വരത്തുമില്ല. ഇനി അതല്ല, ഇപ്പം പഴയ വീഡിയോ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ താഴെ സാലി റോസ് ചാനലിൽ കിടപ്പില്ലേ, അതിലും തൊട്ടാൽ അത് എവിടെ ചെല്ലുന്നറിയാവോ? എൻ്റെ ഹോം പേജിലാണ് ചെല്ലുന്നത്. എൻ്റെ ഹോം പേജ് എന്ന് പറഞ്ഞാൽ സാലി റോസ് ചാനലിൻ്റെ ഫുൾ വീഡിയോകൾ, ഷോർട്സും വീഡിയോകളും കിടക്കും. അവിടെ നിങ്ങൾ അന്വേഷിക്കുന്ന വീഡിയോയുടെ തലക്കെട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ആ തമ്പനയിലൊക്കെ നോക്കുമ്പോൾ കണ്ടറിയാം. ആ വീഡിയോ ഇട്ടാൽ, ഇപ്പം കട്ടിങ് വീഡിയോ ഇട്ടാൽ ഉറപ്പായിട്ടും അടുത്ത ദിവസം, അല്ലെങ്കിൽ അടുത്ത ദിവസം സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിരിക്കും. എന്തെങ്കിലും എനിക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ വന്നാലുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഏറ്റവും അടുത്ത ദിവസങ്ങളിലിടും. എനിക്കങ്ങനെ വീഡിയോ വെച്ച് പിന്നെ നമ്മൾ മനുഷ്യരില്ലേ, നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയില്ലേ, അങ്ങനെ വന്നാൽ താമസിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടും. ഇപ്പം 3 കാര്യം പറഞ്ഞില്ലേ. ഏതാ? ഒന്ന്, നമ്മുടെ കോളറിലേക്ക് തയ്ക്കുന്നതിൻ്റെ കാര്യം ഏതാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പറയണം. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾ ഒരു സൈസും കൂടെ നിങ്ങൾ തന്നെ പറഞ്ഞു. ഏത് കോളർ വേണമെന്നും ഏത് സൈസ് വേണമെന്നും പറയണം. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കും, പക്ഷെ കട്ട് ചെയ്ത് കാണിക്കത്തില്ല. കട്ട് ചെയ്യുന്നത് എനിക്ക് എൻ്റെ അളവിലേ കാണിക്കത്തുള്ളൂ, വേറെ ആരും ഇല്ല ഇവിടെ കേട്ടോ. അതുകൊണ്ടാണ്. പിള്ളേരും ഇപ്പം ഇല്ല, അല്ലെ പിള്ളേരുടെ 36-ലും 34-ലും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ 38 ചെയ്യുന്നത്. നിങ്ങൾ ഏത് അളവ് കൂടുതൽ പേര് പറയുന്നോ അതിനെ ഫോക്കസ് ചെയ്ത് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കും, വരച്ച് കാണിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കമൻറ്റിൻ്റെ കാര്യം. പിന്നെ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചെയ്യും എനിക്കറിയാം. ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷനോടെ എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോ കിട്ടും. അപ്പോൾ അപ്പം കൂടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ബിഗിനേഴ്സിനുള്ള വീഡിയോ ആയിരുന്നു. ബിഗിനേഴ്സ്, തുടക്കക്കാർക്ക് വേണ്ടിയാണ്. ഞാൻ ചുരിദാർ ഇട്ട് കാണിച്ചു. അത് ഒറ്റ കളർ തുണിയാണ്, നിങ്ങൾ കണ്ട് കാണുമല്ലോ, വലിയ കട്ടിയൊന്നും ഉള്ളതല്ല. അതിട്ട് കാണിച്ചപ്പോൾ ഇവിടെ ചുളുക്കമുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ചുളുക്കം അത്രയും എടുത്ത് കാണിക്കുന്നത് നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും. പക്ഷെ ശരിക്കും നമ്മൾ നേരിട്ട് കണ്ടാൽ അത്രയും ചുളിവ് ഇവിടെ ഇല്ല. പിന്നെ രണ്ടാമത്തെ ഒറ്റ കളർ ആയതുകൊണ്ടാണ്. മൂന്നാമത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. കണ്ടമാനം ഞാനിവിടെ ഷേപ്പ് ചെയ്തിട്ടില്ല. കഷക്കുഴി ഒന്നും ഞാൻ അത്ര കാര്യമായിട്ട് അതിൻ്റെ അടിച്ചിട്ടില്ല. ഇവിടെ ഷേപ്പ് എടുത്ത് ഇവിടെ സ്വല്പം കൂടെ അടിച്ചു പോകാനുള്ളതാണ്. ആ ചുളുങ്ങിയതിന് പിന്നിൽ മറ്റൊന്നുണ്ട്. പ്രായമായ ആൾക്കാരല്ലേ ഞങ്ങളൊക്കെ. പ്രായമാകുമ്പോൾ നമ്മുടെ ഇവിടെ ഇടിഞ്ഞായിരിക്കുന്നത്, ചെറുപ്പക്കാരുടെ പോലെയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ചുളുക്കത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. പ്രായത്തെ മറച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലോ, അതും കൂടെ ഓർക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ആരാണ്ട് അതിലെഴുതി വെച്ചു എന്നാ ഇതിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ ചുളുക്കമാണല്ലോ. ഞാൻ അത് പ്രത്യേകം ഞാനിത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടേ ഇത്തരം കമൻറ്റ് എഴുതുമായിരിക്കും നിങ്ങൾ. പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളൊരു കമൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ബാക്കി കാണുന്നവർക്കും കൂടെ
ഉപകാരപ്പെടുന്നത് എഴുതുന്നതായിരിക്കും നല്ലത്, അല്ലേ? എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്കൂടെ ഒരു മോട്ടിവേഷൻ, ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് നല്ലത്. അല്ലാതെ ഇത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്കൂടെ ഒരു ബുദ്ധിമുട്ട് വരും. തയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ കൂടെ നിങ്ങൾ പിന്തിരിപ്പിക്കുന്ന അതായിട്ട് മാറും. ശരിയല്ലേ? അപ്പം ഇന്ന് ഈ കുഞ്ഞു കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും നിങ്ങൾ തരുന്ന ഈ അംഗീകാരത്തിന് 1000 നന്ദിയോടുകൂടി അടുത്ത ദിവസം പെട്ടെന്ന് കാണാം. നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. ഓക്കെ.